ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ബുക്കുകളാണ്. കാരണം നിങ്ങളിലിപ്പോൾ എത്ര പേർക്ക് വായനാശീലം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന 3 ബുക്കുകൾ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഫൈനാൻസ് ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളൊരു പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് മാറണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ബുക്കുകൾ, നിങ്ങളൊരു സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫൈനാൻസിനെ കുറിച്ചിട്ട് അറിയാനാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ബുക്കുകൾ വായിക്കാം. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക. അതേപോലെ നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക. അപ്പോൾ ബുക്കുകൾ വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 ബുക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഈ ഒരു 3 ബുക്കുകളും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു 3 ബുക്കുകൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് 0 to 1 ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ഇത് നല്ലൊരു ബുക്കാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പാലിൻ്റെ ഒക്കെ ഒരു സ്ഥാപകനുണ്ട്, ഫൗണ്ടർ ഉണ്ട്, പീറ്റർ തെയിൽ എന്ന് പറഞ്ഞിട്ട്. പീറ്റർ തെയിലിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ, ഫണ്ട് റേസിങ്, അതേപോലെ ബ്രാൻഡ് ബിൽഡിങ്, അതേപോലെ നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കണ്ടെത്താം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ ഇൻഡെപ്ത് ആയിട്ട് അദ്ദേഹം ഈ ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ടോട്ടൽ ഇതിൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത് അറൗണ്ട് 200 പേജാണ്. 200 പേജ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ ബേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ നല്ല സുഖമാണ്. കാരണം ചില ബുക്കൊക്കെ എന്ന് പറയുന്നത് 250-300 പേജൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വായന ശീലം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. ഇത് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേൾഡിൽ, എന്താണ് ആ ഒരു സമയത്ത്, ഇപ്പോൾ പേപ്പാലിൻ്റെ ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു, അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു, ആ ഒരു സമയത്തുള്ള .com ബബിളൊക്കെ വന്നിരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ അവർ നോക്കി കണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പീറ്റർ തെയിൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യാം ഫ്രം സ്ക്രാച്ച്, എങ്ങനെ അതിലേക്ക് ഫണ്ട് കൊണ്ടുവരാം, എങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, എങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരുപാട് സീക്രറ്റുകൾ ഈ ഒരു ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സീക്രറ്റുകൾ കണ്ടെത്തിയിട്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാം ഫ്രം 0 to 1 എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബുക്ക് നിങ്ങൾ ഈ ഒരു വർഷം വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. രണ്ടാമത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച്. ഇത് ഭയങ്കര, ഇപ്പം നിങ്ങൾ 20s ആണെങ്കിലും 30s ആണെങ്കിലും 40s ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ ബുക്ക് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റമിത് സേതി അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു ഫൗണ്ടറെ, ഇതിൻ്റെ ഓതറെ പ്രൊനൗൺസ് ചെയ്യല്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരുപാട് ഫൈനാൻസ് പരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ എന്ന് പറയുന്നത് ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാലറി കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് പ്യുവർ ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾക്ക് ഏതൊക്കെ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിന് വളരെ നല്ല രീതിയിൽ നമുക്കൊരു ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ, നമ്മുടെ ഫാമിലിക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പിന്നെ ഈ പല ബുക്കുകളും ഫൈനാൻസ് പരമായിട്ടുള്ള ബുക്കുകളൊക്കെ പറയാൻ പിശുക്ക് ജീവിക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും അവർ കൂടുതൽ ഭയങ്കരമായിട്ട് സംസാരിക്കുക. പക്ഷേ ഈ ഒരു ബുക്കിൽ എന്ന് പറയുന്നത് അദ്ദേഹം പിശുക്ക് ജീവിക്കാനല്ല പറയുന്നത്. അദ്ദേഹം നമ്മളോട് ഫ്രീ ആയിട്ട് നമ്മുടെ എക്സ്പെൻസ്, ഇപ്പം നമുക്കൊരു ചായ കുടിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണം, അപ്പം അതൊക്കെ നമുക്കൊരു ഗിൽട്ട് ഫ്രീ സ്പെൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ 20s ആയാലും 30s ആയാലും ഇപ്പം നിങ്ങളൊരു ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നല്ലൊരു സാലറിയിൽ ഒരു ഹൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു മാനേജറെ അടുത്ത് പോയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, അതിൻ്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം, ഏത് രീതിയിൽ നമുക്കൊരു ഹൈക്കിന് വേണ്ടിയിട്ട്, നമുക്കൊരു സാലറിയിൽ കിട്ടുന്ന ഒരു ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒരാൾ മുന്നിൽ പോയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, എന്ത് രീതിയിലുള്ള ഒരു ടാസ്ക് നമുക്ക് ഏറ്റെടുത്തിട്ട് നമുക്ക് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമ്മുടെ ജോലി അപ്രോച്ച് ചെയ്യണം, എങ്ങനെ മാക്സിമം പൈസ നമ്മൾ അതിൽ നിന്ന് എടുക്കണം, എടുത്തിട്ട് അത് നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ വ്യക്തമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബുക്ക് വായിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏജിൽ, നിങ്ങളുടെ ഏജ് ഏതോ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു ഏജിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ഒരു ബുക്ക്. പിന്നെ ഇത് കാണുമ്പോൾ ഒരുപാട് കട്ടിയുണ്ട്. കാരണം ഓൾമോസ്റ്റ് 330 330+ പേജ് ഉണ്ട്.
എന്ന് വിചാരിച്ചിട്ട് വായിക്കാതിരിക്കരുത്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന സമയം എടുത്ത് വായിച്ചാൽ മതി. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ടേംസും ഒരുപാട് കാൽക്കുലേഷനും ഒരുപാട് മാത്തമാറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സമയം എടുത്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഡെയിലി ഒരു 10 പേജ് 15 പേജ് വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 10-15 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ദ ലീൻ സ്റ്റാർട്ടപ്പ്. ഇത് ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എറിക് റൈസ് എന്ന് പറയും. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് MVP എന്നുള്ളൊരു മോഡലൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നതും നമ്മളൊരു ബിസിനസ് എങ്ങനെ ഫ്രം സ്ക്രാച്ച് നിന്ന് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അത് എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയ ആയിരിക്കും, പക്ഷെ നിങ്ങൾ അതൊരു വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതും നിങ്ങൾ അതിൻ്റെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കിയിട്ട് ഒരു MVP മോഡൽ ഇറക്കിയിട്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് മാക്സിമം ഫീഡ്ബാക്ക് എടുത്തിട്ട് വീണ്ടും ആ ഒരു പ്രൊഡക്റ്റിന് ബെറ്റർ ആക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ബുക്കിൽ പറയുന്നത്. ബിൽഡ് മെഷർ ലേൺ എന്ന് പറയും. അതായത് നമ്മളൊരു ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടും. ആ ഡാറ്റയിൽ നിന്ന് ലേൺ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ അത് ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. സ്റ്റാർട്ടപ്പ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ലീൻ സ്റ്റാർട്ടപ്പ്. പിന്നെ ഇത് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ആദ്യം കുറച്ച് ഐഡിയ പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള റെഫറൻസും കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ ടയോട്ട എങ്ങനെയാണ് അവരുടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തത്, അങ്ങനെ ലോകത്തുള്ള മിക്ക കമ്പനികളും ഫേമസ് ആയിട്ടുള്ള മിക്ക കമ്പനികളും എങ്ങനെയാണ് അവരുടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് ഇപ്പോൾ നമ്മളൊരു ഫൈനാൻസ് മാനേജ് ചെയ്യുക, ബിസിനസ് നല്ലൊരു ബിസിനസ് ഐഡിയാസ് കൊണ്ടുവരിക, ഒരു ബിസിനസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് അത് തീർച്ചയായിട്ടും നമ്മൾ വായിക്കുന്ന ബുക്കുകളിൽ നിന്ന് നമുക്ക് ചിലപ്പം ഒരു 300 പേജ് അല്ലെങ്കിൽ 400 പേജുള്ള ബുക്കായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് സ്പാർക്ക് ആവുന്ന ചിലപ്പം ഒരു ഐഡിയ ഉണ്ടാവും. സോ അതാണ് ഇപ്പോൾ പല ഇൻ്റർവ്യൂസിലും പല വലിയ വലിയ ബിസിനസ്സിലും സംസാരിക്കുന്ന ഒരു വേർഡാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് $1 million. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതിൽ നിന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സ്പാർക്ക് കിട്ടുക അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏത് ബുക്കാണ് ഏറ്റവും മാച്ച് ആവുക എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ചില ബുക്ക് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.